വളരെയധികം വോളറ്റിലിറ്റി നിറഞ്ഞ ട്രേഡിംഗ് സെഷനായിട്ടും ഇന്ന് സ്പേസ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്ന എംഡാർ ടെക്നോളജി ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ. ഇന്ന് എംഡാർ ടെക്നോളജി, ഐഡിയ ഫോർജ് ടെക്നോളജി, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, മിതാനി തുടങ്ങിയ സ്റ്റോക്കുകൾ സ്പോട്ട് ലൈറ്റിലായിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യൂണിയൻ ക്യാബിനറ്റ് മീറ്റിംഗിൽ സ്പേസ് സെക്ടറിൽ 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അനുമതി നൽകിയതിനെ തുടർന്നാണ് പ്രൈവറ്റ് സ്പേസ് സെക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നത്. എംഡാർ ടെക്നോളജി ഇൻട്രാഡേയിൽ 9% ഉയർന്ന് 2065 മിതാനി 9% ഉയർന്ന് 438 എന്ന ലെവലിലേക്കും, അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 5% ഉയർന്ന് 128, പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി 4% ഉയർന്ന് 754, ഡേറ്റ പാറ്റേൺ 3% ഉയർന്ന് 2118, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഐഡിയ ഫോർജ് ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകൾ 2% ഉയർന്ന് 226, 741 എന്ന ലെവലിലേക്കും ഇൻട്രാഡേയിൽ ഉയർന്നിരുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പേസ് സെക്ടറിൽ വരുന്നത് ഈ സെക്ടറിൻ്റെ തന്നെ ഡെവലപ്മെൻറ്റിന് കാരണമായേക്കും. ഡേറ്റ അനുസരിച്ച് വരുന്ന 3 വർഷത്തിനുള്ളിൽ ഏകദേശം $100 ബില്യൺ മുകളിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് സ്പേസ് സെക്ടറിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം $71 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉയർന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രൈവറ്റ് സ്പേസ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇലക്ട്രിക് ബസ് സെഗ്മെൻറ്റിലെ ഒലട്ര ഗ്രീൻ ടെക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഇൻട്രാഡേയിൽ ഒലട്ര ഗ്രീൻ ടെക്ക് 2%-അടുത്തും 1.95%-അടുത്ത് ഉയർന്ന് 2102 ക്ലോസിംഗ് നൽകി. ഇന്ന് സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 2221 എത്തിയിരുന്നു. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 191.47. ഒലട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിക്ക് ബ്രിഹാൻ മുംബൈ ഇലക്ട്രിസിറ്റി സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ BESTയിൽ നിന്നും 2400 ഇലക്ട്രിക് ബസ്സുകൾ സപ്ലൈ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ബസ്സുകളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് 4,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. സ്റ്റോക്ക് ഇന്ന് 10% ഇൻട്രാഡേയിൽ ഉയരുകയും 52 വീക്ക് ഹൈ ആയ 2221 എത്തുകയും ചെയ്തു. കമ്പനിക്ക് തുടർച്ചയായി ഓർഡർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറും ലഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബസ് 18 മാസത്തിനുള്ളിൽ ഡെലിവർ ചെയ്യാനുള്ള നിർദ്ദേശമാണ് കമ്പനിക്ക് ലഭിച്ചത്. BEST എന്ന കമ്പനി ഡയറക്റ്റ് ഒലട്ര ഗ്രീൻ ടെക്കുമായി ചേർന്ന് ഡീൽ ഉണ്ടാക്കുകയല്ല ചെയ്തത്, മറിച്ച് എവേ ട്രാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴിയായിട്ടാണ് ഒലട്ര ഗ്രീൻ ടെക്കും BESTയും തമ്മിൽ ബസ് പ്രൊക്യൂർമെൻറ്റിനുള്ള ഡീലിലെത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒലട്ര ഗ്രീൻ ടെക് എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിലും ശ്രദ്ധിക്കാവുന്നതാണ്. സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലാണ്. ഓൾ ടൈം ഹൈയിൽ പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. റാലിക്ക് ശേഷം കൺസോൾട്ടേഷൻ, വീണ്ടും റാലി, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോക്ക് 2000 എന്ന റേഞ്ചിനടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് പൊസിഷനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്